ഞാൻ റഷീദ് സുലൈമാൻ. നമുക്ക് ഈ ഇൻഡെക്സ് എക്സലിലെ ഇൻഡെക്സ് ഫോമുല എങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മൾ സാധാരണ ഇതിലിപ്പോൾ നോക്കുക, ഇതിൽ നമ്മൾ ഒരു 4 ഫ്രൂട്ട്സിൻ്റെ ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ് ആൻഡ് ബെറി, ഇങ്ങനെ 4 ഫ്രൂട്ട്സിൻ്റെ ഒരു വർഷത്തെ സെയിൽ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെന്ന് വയ്ക്കുക. ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള. ഇപ്പോൾ ആപ്പിൾ ആണെങ്കിൽ 304 kg ജനുവരിയിൽ, ഫെബ്രുവരിയിൽ 391, അങ്ങനെ അതിൻ്റെ ഒരു ഡാറ്റ, സെയിൽ ഡാറ്റ. ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുന്നത്, ഇപ്പോൾ ആപ്പിള് നമ്മൾ മെയിൽ എത്ര സെയിൽ ചെയ്തതെന്ന് വെച്ചാൽ നമുക്കറിയാം. നമ്മൾ ആപ്പിള് നേരെ വന്ന് മെയ് മാസം എത്രയും നോക്കും, 369 kg. അതുപോലെ ഇപ്പോൾ ഗ്രേപ്സ് ആണ് ഒക്ടോബറിൽ നിന്ന് മൂന്നാമത്തെ റോയിലാണ് ഗ്രേപ്സ് കിടക്കുന്നത്, ഒന്ന് ഒക്ടോബറിൽ എത്രയും നോക്കും. അപ്പോൾ ഇൻഡെക്സ് ഫോമുല എപ്പോഴും ഡീൽ ചെയ്യുന്നത് ഇത്തരത്തിൽ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ അത് ഒരു വാല്യൂ, അത് ഒരു റോയും, അതൊരു റോ ആണ്. ഇപ്പോൾ മൂന്നാമത് നമ്മൾ ഗ്രേപ്സിൻ്റെ ഒക്ടോബറിലെ ഗ്രേപ്സിൻ്റെ സെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഗ്രേപ്സ് പറയുന്നത് ഒരു റോയിൽ കിടക്കുന്ന വാല്യൂസാണ് എല്ലാ മാസത്തെയും. ഇനി ഒക്ടോബറിലാണെങ്കിൽ അത് ഒരു മാസം, ഒക്ടോബർ മാസത്തിൽ കിടക്കുന്ന വാല്യൂ. അപ്പോൾ ഈ രണ്ട് വാല്യൂ മീറ്റ് ചെയ്യുന്നത്, ഒരു റോയിലുള്ള ഒരു കുറേ സെറ്റ് ഓഫ് ഡാറ്റയിലെ വാല്യൂം അതുപോലെ കോളത്തിലുള്ള ഒരു വാല്യൂം കൂടി മീറ്റ് ചെയ്യുന്നത്, ഈ രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഇൻഡെക്സ് ഫോമുല നമുക്ക് വാല്യൂ ആയിട്ട് തരിക. നിങ്ങളോട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, അതായത് ആപ്പിളിൻ്റെ സെയിൽ, ജൂലൈ മന്തിലെ ആപ്പിളിൻ്റെ സെയിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം. ആപ്പിള് ഈ ഫസ്റ്റ് റോയിലാണ്, ഇതാണ് ഫസ്റ്റ് റോ, ആപ്പിളിൻ്റെ റോ. ഫസ്റ്റ് റോയിൽ ജൂലൈയിലേക്ക് വരിക, 7th മന്താണ്. ഫസ്റ്റ് റോയിൽ 7ാമത്തെ കോളത്തിൽ, ഫസ്റ്റ് റോ എടുത്താൽ മന്ത് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ജനുവരി തൊട്ട് കൗണ്ട് ചെയ്താൽ 7ാമത്തെ റോയിൽ കിടക്കുന്ന, കോളത്തിൽ കിടക്കുന്ന വാല്യൂ ആണ് 208 എന്ന് പറഞ്ഞ ആപ്പിളിൻ്റെ ജൂലൈയിലെ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടി 208 ആണ്. ഇത് ഇൻഡെക്സ് ഫോമിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നോക്കാം. ഈക്വൽ ടു ഇൻഡെക്സ്, നമ്മൾ ഡാറ്റ എടുക്കുന്നത് അറേ എന്ന് പറഞ്ഞ് ഫസ്റ്റ് വരുന്നത് എപ്പോഴും കംപ്ലീറ്റ് ഡാറ്റയാണ്. കംപ്ലീറ്റ് ഡാറ്റ എടുത്തു. ഈ ഡാറ്റയിൽ ഇനി നമ്മൾ അതിനോട് നോക്കാൻ പറയുന്നത് ആപ്പിളിൻ്റെ റോ ഏതാണെന്ന് നോക്കാം. ആപ്പിളിൻ്റെ റോ ഫസ്റ്റ് റോ ആണ് അല്ലേ, ആദ്യത്തെ റോ ആണ് ആപ്പിൾ നമ്മൾ ഡാറ്റ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആപ്പിളിൻ്റെ റോ ഫസ്റ്റ് റോ, അപ്പോൾ 1 കൊടുക്കുക. ഇനി മന്ത് ജൂലൈ ആണ്, സെയിൽ ഓഫ് ആപ്പിൾ ഇൻ ജൂലൈ. അപ്പോൾ ജൂലൈയുടെ കോളം നമ്മളിവിടെ ഓൾറെഡി കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജനുവരി തൊട്ട്. എടുത്ത ഡാറ്റയിൽ 7ാമത്തെ കോളം, ഡാറ്റ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ജനുവരി തൊട്ടാണ്. ആ ഡാറ്റയിൽ 7ാമത്തെ കോളത്തിലാണ്, 7ാമത്തെ കോളമാണ് ജൂലൈയിലെ. അപ്പോൾ ജൂലൈ കോളം നമ്പർ 7. 2 നമ്പറേ കൊടുക്കുന്നുണ്ട്, ഒന്ന് ടോട്ടൽ ഡാറ്റ, മറ്റൊന്ന് റോ നമ്പർ, പിന്നെ ഒന്ന് കോളം നമ്പർ. ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 208 കിട്ടും. നമ്മൾ ചെയ്തത് ആപ്പിളാണ്, നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് ആപ്പിളാണ്. അപ്പോൾ ആപ്പിളിൻ്റെ റോ സെലക്ട് ചെയ്തു. പിന്നെ മന്ത് ചോദിച്ച് ജൂലൈ ആണ്, അപ്പോൾ നമ്മൾ ജൂലൈ സെലക്ട് ചെയ്തു. അപ്പോൾ ജൂലൈ മന്തിൽ ആപ്പിളിൻ്റെ സെയിൽ എന്ന് പറഞ്ഞാൽ 208 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വീണ്ടും എഴുതാം. ഈക്വൽ ടു ഇൻഡെക്സ്, ടോട്ടൽ റോ നമ്മൾ സെലക്ട് ചെയ്തിരുന്നു, ടോട്ടൽ ഡാറ്റ കിടക്കുന്ന ഡാറ്റ മൊത്തം സെലക്ട് ചെയ്തു അറേ. അത് കഴിഞ്ഞ് റോ നമ്പർ കൊടുക്കുന്ന ആപ്പിളിൻ്റെ റോ നമ്പർ 1 ഇവിടെ നമ്മളല്ലേ. പിന്നെ കോളം നമ്പർ കൊടുക്കുന്ന ജൂലൈ, അത് മന്ത്. ഇതാണ് ഇൻഡെക്സ് ഫോമുല. വളരെ സിമ്പിളാണ്. റോയും കോളവും, ഒരു റോ ഒരു കോളവുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് വാല്യൂ ആയിട്ട് നമുക്ക് തരും. അതാണ് ഇൻഡെക്സ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രേപ്സിൻ്റെ വേണമെന്ന് വിചാരിക്കാം. ഈ ഗ്രേപ്സിൻ്റെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ടു ഇൻഡെക്സ് അറേ. അഗെയിൻ നമ്മൾ അറേ സെലക്ട് ചെയ്യുന്ന, ടോട്ടൽ അറേ. അത് കഴിഞ്ഞിട്ട് ഗ്രേപ്സാണ് നമ്മൾ, ഗ്രേപ്സ് 3ാമത്തെ റോ, മന്ത് ഒക്ടോബറാണ്, ഒക്ടോബർ വരുന്നത് 10ാമത്തെ മന്ത്. എൻ്റർ ചെയ്യുന്നത് നമുക്ക് 245. അപ്പോൾ നമ്മൾ ചെയ്തത് ഗ്രേപ്സ് എടുത്തു, അതിൽ 10ാമത്തെ കോളം സെലക്ട് ചെയ്ത് 245. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രേപ്സ് എടുത്തത് 3ാമത്തെ റോ ആയിരുന്നു.
മന്ത് എടുത്ത് ഒക്ടോബർ ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. വീണ്ടും ഫോമുലേനെ നമുക്കൊന്നുകൂടി ഇതാക്കാൻ. നമുക്ക് സെലക്ട് ചെയ്യുക ടോട്ടൽ ഡാറ്റ കിടക്കുന്ന കോളം. അത് കഴിഞ്ഞിട്ട് റോ നമ്പർ ഗ്രേപ്സ് ആണെങ്കിൽ മൂന്നാമത്തെ 3 നമ്മൾ റോ നമ്പർ ഇടുന്നു. മന്ത് ഒക്ടോബർ ആണെങ്കിൽ 10 എന്നുള്ള വാല്യൂ ഇടുന്നു. ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഇതിൽ നമ്മളിപ്പോൾ മൂന്നാമത്തെ റോ എന്ന് പറയുന്നത് ഗ്രേപ്സ് മൂന്നാമത്തെ റോയിലായതുകൊണ്ട് നമ്മൾ 3 എടുത്തു. മന്ത് ഒക്ടോബർ 10 എടുത്തു. ഇവിടെ നമുക്കിപ്പോൾ ഇത് 3 എന്നുള്ളത് നമ്മൾ ബെറി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 4 എടുത്താൽ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി 4 എന്ന് പറയുന്നത് ബെറിയാണ് ഒക്ടോബർ മന്തിൽ തന്നെ. അപ്പോൾ നമുക്ക് നാലാമത്തേതിലേക്ക് ഒക്ടോബർ മന്തിൽ നോക്കിയാൽ 425 മീറ്റിംഗ് പോയിന്റ്. ഇനി ഇത് തന്നെ നമുക്കിപ്പോൾ മെയ് മാസത്തിലാണെങ്കിൽ 5th മന്ത്, അപ്പോൾ ബെറി 5th മന്ത് 413. ഇനി അതല്ല ഇവിടെ 1 കൊടുത്തു ആപ്പിൾ 5th മന്ത്, ആപ്പിൾ 5th മന്താണെങ്കിൽ ഫസ്റ്റ് കൊടുത്താൽ 369. അപ്പോൾ ഈ നമ്പർ അനുസരിച്ച് ഇവിടെ നമ്മൾ എടുക്കുന്ന റോ നമ്പറും കോളം നമ്പറും അനുസരിച്ച് നമുക്ക് മീറ്റ് ചെയ്യുന്ന റോയും കോളും മീറ്റ് ചെയ്യുന്ന വാല്യൂസ് കിട്ടും. അതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ വി ലുക്കപ്പ് എന്ന് പറയുന്നത്. എല്ലാവരും വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് വി ലുക്കപ്പ്. വി ലുക്കപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇൻഡെക്സ് എടുക്കുമ്പോൾ ഇൻഡെക്സിൽ ചെയ്യുന്നത് നമ്മൾ ഇത് ഇങ്ങനെയാണ്. ഇൻഡെക്സിൽ ചെയ്യുന്നത് ഇതാണ്, അറേ എടുത്തു, റോ നമ്പർ എടുത്തു, കോളം നമ്പർ എടുത്തു. പക്ഷേ വി ലുക്കപ്പിൽ നമ്മൾ ചെയ്യുന്നത് ഏതാണോ നമുക്ക് സെർച്ച് ചെയ്യുന്ന വാല്യൂ, ആ വാല്യൂ ആരോ എടുക്കുക, എന്നിട്ട് കോളം നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ഗ്രേപ്സ് മന്ത് മെയ് ആണെന്ന് കരുതുക. അതിന് സെയിം തന്നെ എടുത്തു ഒക്ടോബർ. ഇവിടെ നമ്മൾ വി ലുക്കപ്പ് എടുത്തു, എന്നിട്ട് ലുക്കപ്പ് വാല്യൂ ഗ്രേപ്സ് ആണ്. നമ്മൾ ആ റോ വാല്യൂ ആണ് നമ്മൾ ആദ്യം കൊടുക്കുക. റോയിൽ വരുന്ന ഗ്രേപ്സ് കൊടുത്തു. ഇനി സെലക്ട് ചെയ്യുമ്പോൾ, ഡാറ്റ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഗ്രേപ്സ് ഉൾപ്പെടെയുള്ള കോളം കൂടി എടുക്കണം. നേരത്തെ നമ്മൾ ഇൻഡെക്സ് എടുക്കുമ്പോൾ നമ്മൾ ഡാറ്റ മാത്രമേ എടുത്തുള്ളൂ, ഒരു ഹെഡർ കൊടുത്തിട്ടില്ല, ഈ ഫ്രൂട്ട്സിൻ്റെ നെയിംസ് ഒന്നും കൊടുത്തിട്ടില്ല, ഡാറ്റ മാത്രമേ എടുത്തുള്ളൂ. പക്ഷേ ഇവിടെ കാരണം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ റോ നമ്പറാണ് കൊടുക്കുന്നത്, കോളം നമ്പറാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ എക്സാക്റ്റ് എന്താണോ സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രേപ്സ് ആണെങ്കിൽ ഗ്രേപ്സ് ഉൾപ്പെടെയുള്ള ഗ്രേപ്സിനെ ആദ്യം അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഗ്രേപ്സ് എവിടെ കിടക്കണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ കോളം കൂടി ഉൾപ്പെടെയാണ് നമ്മൾ ഡാറ്റ എടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കോളം നമ്പർ ഇവിടെ മാറും. ഇപ്പോൾ നോക്കിയാൽ, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിലക്കപ്പിൽ കൊടുക്കുന്ന കോളം ഇൻഡെക്സ് നമ്പറാണ്. നേരത്തെ നമ്മൾ കോളം നമ്പർ കൊടുത്ത് 10 പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഇത് 11 കാരണം ഈ ആപ്പിൾ ഫ്രൂട്ട്സിൻ്റെ കോളം കൂടി ഉൾപ്പെടെയാണ് നമ്മളാണത്. അപ്പോൾ ഇത് കോളം നമ്പർ 1 ഇതായിരിക്കും, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 എന്ന് പറഞ്ഞിട്ട് വരിക. അപ്പോൾ ഒക്ടോബർ കിട്ടണമെങ്കിൽ നമ്മൾ 11 എൻ്റർ ചെയ്യണം അവിടെ. അതിനുശേഷം എക്സാക്റ്റ് മാച്ച് കിട്ടണം. ഫോൾസ് കൊടുത്തു, 245. അപ്പോൾ നേരത്തെ നമ്മൾ ഗ്രൂപ്പ്സ് കിട്ടിയത് ഗ്രേപ്സ് ഒക്ടോബർ 245. ഇവിടെ വി ലുക്കപ്പ് എടുക്കുമ്പോൾ നമുക്ക് 245 കിട്ടും. അപ്പോൾ പിന്നെ വി ലുക്കപ്പിലുള്ള ഡിഫറൻസ് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഏത് വാല്യൂ ആണോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആ വാല്യൂ കൂടി ഉൾപ്പെടെയുള്ള കോൾ എടുക്കണം. മറ്റൊരു കണ്ടീഷൻ അതിലുള്ളത് എന്താ വെച്ചാൽ, വി ലുക്കപ്പിൽ ഈ കോളായിരിക്കണം, നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ഏതാണോ ആ കോളായിരിക്കണം നമ്മൾ എടുക്കുന്ന ഡാറ്റയിൽ ഫസ്റ്റ് വരേണ്ടത്. ഈ ആപ്പിൾ എന്ന് പറയുന്ന കോളം ഇവിടെ വന്നാൽ നമുക്ക് രണ്ടാമത്തെ കോളായിട്ട് വന്നാൽ കിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 5 ഈ കോളം കഴിഞ്ഞിട്ട് 5ാമത്തെ കോളം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിലാണ് ആപ്പിൾ, ഓറഞ്ച്, ഗ്രേപ്സ് എന്ന് ഇട്ടിട്ടുള്ളതെങ്കിൽ ഇങ്ങോട്ട് ജനുവരിയും അവിടുന്ന് ശേഷം ജൂണും ഇങ്ങനെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നടുവിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റുള്ള ഒരു വാല്യൂയും കിട്ടില്ല. എപ്പോഴും എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുന്ന വാല്യൂ, വി ലുക്കപ്പിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ഏതാണോ അതിലുള്ള കോളായിരിക്കണം ഫസ്റ്റ് കോളായിട്ട് വരേണ്ടത്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കോളം കൗണ്ട് ചെയ്യണം, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് പിന്നെ വി ലുക്കപ്പിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഒന്ന് ഈ ഫസ്റ്റ് കോളായിരിക്കണം, രണ്ട് ഇത് കൗണ്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് ഒരുപാട് ഒരു 10-100 കോളംസ് ഉള്ള ഒരു ഡാറ്റയൊക്കെ ആണെങ്കിൽ അതിലേതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡാറ്റ എത്രാമത്തെ കോളത്തിൽ വരുന്നു കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വി ലുക്കപ്പ് എടുക്കാൻ പറ്റും. ഇൻഡെക്സിൽ അങ്ങനെയല്ല. ഇൻഡെക്സിൽ നമുക്ക് റോ നമ്പറും കോളം നമ്പറും അറിഞ്ഞാൽ മതി, കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് റോ, പിന്നെ സെക്കൻഡ് കോളം, തേർഡ് കോളം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അവിടെയും കോളം നമ്പർ നമ്മൾ കൊടുക്കണം. പക്ഷേ ഇത് ഇൻഡെക്സിൽ നമ്മൾ റോ നമ്പറും കോളം നമ്പറും നമ്മൾ നമ്പേഴ്സായിട്ട് കൊടുക്കുകയാണ്.
ഇതിന് വി ലുക്കപ്പിൻ്റെ ഈ പ്രോബ്ലംസ് ഇങ്ങനെ ഫസ്റ്റ് കോൾ എടുക്കുക അല്ലെങ്കിൽ കോളം നമ്പർ കൗണ്ട് ചെയ്യുക അതൊക്കെ ഒഴിവാക്കാനുള്ള ഈസി മെത്തേഡാണ് ഇൻഡെക്സും മാച്ചും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ. അത് വളരെ ഈസിയാണ്. ഈ റെഫറൻസ് വാല്യൂസ് കണ്ടെത്തുന്നതിൽ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിൽ വൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന വളരെ എന്താ പറയുക രസകരമായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഇൻഡെക്സും മാച്ചും. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് ആദ്യം പഠിച്ചു. ഇനി മാച്ച് ഉപയോഗിക്കുന്നത് ഈ റോ നമ്പറും കോളം നമ്പറും നമ്മൾ കൗണ്ട് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഫോമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താൽ വി ലുക്കപ്പിൻ്റെ സെയിം ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ അങ്ങനെ വരുമ്പോഴത്തെ വി ലുക്കപ്പിൻ്റെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് 2 കോളം മാത്രം റെഫറൻസ് ചെയ്ത് എവിടെയാണോ 2 കോളംസ് ആണ് നമ്മളതിൻ്റെ റെഫറൻസ് വരെ അങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് ഇൻഡെക്സ് മാച്ച് കോമ്പിനേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഇൻഡെക്സ് പഠിച്ചു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാച്ച് ഫംഗ്ഷൻ പഠിക്കാം. പിന്നീട് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ പഠിക്കാം. താങ്ക് യു.